കന്നുകാലി കശാപ്പ് നിരോധന വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം 8-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. കേന്ദ്ര ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. കന്നുകാലി കശാപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഈ മാസം 8-നാണ് സഭാസമ്മേളനം ചേരുക. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കും. പ്രതിസന്ധി മറികടക്കാനും സംസ്ഥാന താൽപര്യം സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തുന്ന കാര്യവും സഭ ചർച്ച ചെയ്യും. ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രത്യേക സഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചത്. കേന്ദ്രം കൊണ്ടുവന്ന ചട്ടങ്ങൾ ഭരണഘടനയ്ക്കും ഫെഡറൽ താൽപര്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. 1960-ലെ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിന്റെ കീഴിൽ പ്രത്യേക ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക വഴി സംസ്ഥാനങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുകയാണ് കേന്ദ്രം എന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് സംസ്ഥാന സർക്കാർ നേരത്തെ കത്തും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട് അതിർത്തിയിൽ തടയുന്നു. സംഘപരിവാർ അനുകൂലികളാണ് പൊള്ളാച്ചിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞ് കന്നുകാലികളെ ഗോശാലകളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയാണ് പൊള്ളാച്ചിക്ക് സമീപം കിണത്തുകടവിൽ കന്നുകാലികളുമായി എത്തിയ വാഹനങ്ങൾ സംഘപരിവാർ അനുകൂലികൾ തടഞ്ഞത്. കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകാനാവില്ലെന്നും ഇവയെ ഗോശാലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ വാഹനം തടയുകയായിരുന്നു. തുടർന്ന് കന്നുകാലികളെ സമീപത്തെ തെങ്ങിൻ തോപ്പിൽ ഇറക്കി കെട്ടി. ഇന്ന് രാവിലെ പോലീസ് എത്തിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടെന്ന് ലോറി ഡ്രൈവറായ അളകർ പറയുന്നു. எல்லாம் கோசாலைக்கு கொண்டு வாங்க. மாடு ஃபுல்லாக அடைச்சி வருது, ஓப்பன் இல்லை. மாடு நான் கம்மியாக தான் வரணும், 10 மாடு தான் வரணும். இதில் 20 மாடு வருதுண்ணே. ஆனால் இருக்குது 14 மாடு தான் இருக்குது. அவங்க வந்து அதிகமாக இருக்குது, பசு மாடு ஏற்றக்கூடாது அப்படிங்கிறாங்க. பிடிச்சிட்டு விட மாட்டாங்க, நம்ம கேரளா போகக்கூடாது அப்படின்ட்டு மிரட்டுறாங்க. രാത്രി തമിഴ്നാട് പോലീസും വേണ്ട സുരക്ഷ നൽകാൻ തയ്യാറായില്ലെന്ന് ലോറി ഡ്രൈവർമാർ പറയുന്നു. ഇതേ തുടർന്ന് കന്നുകാലികളുമായി എത്തിയ നിരവധി വാഹനങ്ങൾ പൊള്ളാച്ചിയിലേക്ക് മടങ്ങിപ്പോയി. കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് വേലന്താവളം ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലെത്തിയത്. കേന്ദ്ര ഉത്തരവിന്റെ മറവിൽ കന്നുകാലികളുമായി വരുന്ന വാഹനങ്ങളെ തടയാൻ തുടങ്ങിയതോടെ കേരളത്തിലേക്കുള്ള കന്നുകാലി വരവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കന്നുകാലി കശാപ്പ് നിരോധനത്തിൽ നരേന്ദ്രമോദിയെ തള്ളി BJP ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ രംഗത്ത്. ബീഫ് നിരോധിക്കാനാകില്ലെന്ന് അരുണാചലിലെ BJP മുഖ്യമന്ത്രി പേമ ഖണ്ഡു. താൻ ബീഫ് കഴിക്കുന്നയാളാണ്. കേന്ദ്ര വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്നും പേമ ഖണ്ഡു ആവശ്യപ്പെട്ടു. മോദി സർക്കാരിന്റെ കശാപ്പ് നിരോധനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് BJP മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം പേരും ബീഫ് കഴിക്കുന്നവരാണെന്നും അരുണാചലിലെ BJP നേതൃത്വം ബീഫ് നിരോധനത്തെ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്നും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കേന്ദ്രം മനസ്സിലാക്കണമെന്നും വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കശാപ്പ് നിരോധനം സംബന്ധിച്ച കേന്ദ്ര നിലപാടിനെതിരെ BJP മേഘാലയ നേതൃത്വവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് ബീഫ് നിരോധിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു BJP മേഘാലയ നേതാക്കളുടെ പ്രതികരണം. ഗാരോയിലെ ജനത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലൊന്നാണ് ബീഫ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അതുകൊണ്ടുതന്നെ ബീഫ് നിരോധിക്കുകയല്ല, നല്ല ബീഫ് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് വേണ്ടതെന്ന് BJP നേതാവ് ബെർണാഡ് എം മാർക്കും പറഞ്ഞു. ബീഫ് നിരോധനത്തിന് എതിർത്ത് RSS പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കേരള ഹൌസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കശാപ്പ് നിരോധനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കെയാണ് കേന്ദ്ര നിലപാടിനെതിരെ BJP മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ലിംഗഛേദം നടത്തിയ സംഭവത്തിൽ പെൺകുട്ടിയെയും കാമുകനെയും കുറ്റപ്പെടുത്തി ഗംഗേശാനന്ദ തീർത്ഥപാദർ. താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെൺകുട്ടിയാണ് തന്റെ ലിംഗം മുറിച്ചതെന്ന് ഗംഗേശാനന്ദ മാധ്യമങ്ങളോട്. പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴായിരുന്നു ഗംഗേശാനന്ദയുടെ പ്രതികരണം. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടിയെ താൻ പീഡിപ്പിച്ചിരുന്നതായി ഗംഗേശാനന്ദ തീർത്ഥപാദർ സമ്മതിച്ചത്. പെൺകുട്ടിക്ക് തന്റെ ഡ്രൈവറായിരുന്ന അയ്യപ്പദാസ് എന്ന യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാരുമായുള്ള അടുപ്പം വെച്ച് താനിത് വിലക്കി. ഇതിലുള്ള പ്രതികാരം കൊണ്ട് പെൺകുട്ടി കാമുകന്റെ സഹായത്തോടെ ഇത് നിർവഹിച്ചെന്നാണ് ഗംഗേശാനന്ദ പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ മാധ്യമങ്ങളോടും ഇക്കാര്യം സ്വാമി ആവർത്തിച്ചു. ഞാൻ ചെയ്ത കുറ്റങ്ങളല്ലത്, ഒരു അയ്യപ്പദാസൊക്കെ ഉണ്ട്. അയ്യപ്പദാസ് അങ്ങനെ എന്തോ സ്വയം ചെയ്തല്ല, കൊച്ചു പറഞ്ഞല്ലോ ചെയ്തതാണ്. അയ്യപ്പദാസ് ഇവിടെ സഹായിച്ചിട്ടുണ്ടാവും. പെൺകുട്ടിയെ ഞാൻ കണ്ടത് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. എൻ്റെ ശരീരത്തിന് ആരെയും പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അന്നേരം. അതെ. പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും മാധ്യമങ്ങളോടും ഇക്കാര്യം ഇയാൾ ആവർത്തിച്ചു.
കസ്റ്റഡിയിൽ കഴിയുന്ന ഗംഗേശാനന്ദയുടെ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസിനാവുന്നില്ല. രാവിലെ മെഡിക്കൽ കോളേജിൽ ഹാജരാക്കിയ സ്വാമിയെ വിദഗ്ധ ഡോക്ടർമാർ വീണ്ടും പരിശോധിച്ചു. തുടർന്ന് സംഭവം നടന്ന പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും ട്വിറ്ററിലൂടെ തുറന്നെഴുതുന്ന നടനാണ് സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രമുഖ തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുകയായിരിക്കരുത് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് BJPയെ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന നടനാണ് തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സിദ്ധാർത്ഥ് നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെ ജോലിയെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് BJPയെ ഓർമ്മിപ്പിക്കുന്നത്. കന്നുകാലി കച്ചവടത്തെപ്പറ്റി നേരിട്ടും സിദ്ധാർത്ഥ് വിമർശനം തൊടുക്കുന്നുണ്ട്. കന്നുകാലി ചന്തയെക്കുറിച്ചുള്ള ലഹളകൾ അനാവശ്യവും ജനങ്ങളെ ധ്രുവീകരിക്കുന്നതുമാണ്. സംസ്ഥാന സർക്കാരുകൾ കശാപ്പ് അനുവദിക്കുകയോ നിരോധിക്കുകയോ ചെയ്യട്ടെ, കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ പ്രതികരണം. BJP സർക്കാരിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെയും സിദ്ധാർത്ഥ് ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഭക്തരും ഇടതുപക്ഷക്കാരും ഒക്കെയുണ്ട്. അടിസ്ഥാനപരമായി ഞങ്ങൾ വെറും ഇന്ത്യക്കാരാണ്. ജീവിക്കാൻ അനുവദിക്കൂ, വെറുപ്പ് അവസാനിപ്പിക്കൂ എന്ന് സിദ്ധാർത്ഥ് തുറന്നെഴുതുന്നു. പശുവിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനിറങ്ങിയ BJPയുടെ മുഖത്തേറ്റ അടിയായിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ പോലൊരു പ്രമുഖ താരത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ സണ്ണി ലിയോണിന്റെ ലൈംഗിക ചുവയുള്ള പരസ്യതന്ത്രവുമായി കേന്ദ്ര സർക്കാർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ സസ്യാഹാര അനുകൂല പരസ്യത്തിൽ സണ്ണി ലിയോൺ പ്രത്യക്ഷപ്പെടുന്നത്. രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിക്കുന്ന വിജ്ഞാപനത്തിനു പിന്നാലെ സസ്യാഹാരികളാകാൻ ആഹ്വാനം നടത്തുന്ന പുതിയ പരസ്യം കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നു. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യ ആണ് പരസ്യം അണിയിച്ചൊരുക്കുന്നത്. പോൺ സ്റ്റാർ സണ്ണി ലിയോൺ പരസ്യത്തിലെ നായികയാകുന്നു എന്നതാണ് കൗതുകം. തന്റെ ശരീര സൗന്ദര്യത്തിനു പിന്നിലെ രഹസ്യം സസ്യാഹാരമാണെന്നും മാംസാഹാരം വർജിക്കണമെന്നും സണ്ണി ലിയോൺ പറയുന്നു. വികാരമുണർത്തുന്ന ശരീര പ്രദർശനത്തിലൂടെ സണ്ണി ലിയോൺ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലാണ് പരസ്യം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തിൽ സണ്ണി ലിയോൺ സസ്യാഹാരിയാകാൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെടും. എനിക്ക് ഒരുപാട് ഊർജം ഉണ്ടെന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ധാരാളം പച്ചക്കറികൾ ഭക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് സണ്ണി ലിയോണിന്റെ ജൂൺ 5 പുറത്തുവരാൻ പോകുന്ന പരസ്യം ആരംഭിക്കുന്നത്. രാജ്യത്ത് കൊടിയ ദാരിദ്ര്യത്താലും വർഗീയ ലഹളകളാലും മനുഷ്യൻ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് മൃഗങ്ങളുടെ ജീവനെക്കുറിച്ചും അവയുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും പരസ്യത്തിൽ സണ്ണി ലിയോൺ ആശങ്കപ്പെടുന്നത്. ഇവിടെ ഒരു പടി കൂടി കടന്ന് മൃഗങ്ങളുടെ കൊഴുപ്പിനെ ആശ്രയിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്നും പരസ്യം ആവശ്യപ്പെടുന്നു. കന്നുകാലി കശാപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നടപടിക്കെതിരെയുള്ള സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ സണ്ണി ലിയോൺ പരസ്യത്തിലൂടെ ജനങ്ങളുടെ മനസ്സുമാറ്റാം എന്നാണ് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യയുടെ ആലോചന. ന്യൂസ് ഡെസ്ക്. ഗുരുദേവ പ്രതിമയെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അവഹേളിച്ചതായി പരാതി. പാലാരിവട്ടത്തെ ഗുരുദേവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനുള്ള മുൻ തീരുമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയായിരുന്നു അവഗണന. വൻ ഒരുക്കങ്ങളുമായി കാത്തുനിന്ന BDJS SNDP നേതാക്കൾ പ്രതിഷേധത്തോടെ മടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രാമധ്യേ പാലാരിവട്ടത്തെ ഗുരുദേവ മന്ദിരത്തിലെത്തുമെന്നും ഗുരുദേവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുമെന്നുമായിരുന്നു BJP നേതാക്കൾ അറിയിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് SNDP BDJS നേതാക്കൾ അമിത്ഷായെ സ്വീകരിക്കാൻ രാവിലെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. ചുവന്ന പരവതാനി വിരിച്ചും അലങ്കരിച്ചും സ്വാഗതകമാനങ്ങൾ സ്ഥാപിച്ചും പ്രദേശം മോടി പിടിപ്പിച്ചു. അമിത്ഷായെ സ്വീകരിക്കാൻ പൂച്ചെണ്ടുമായി നേതാക്കൾ കാത്തുനിന്നു. എന്നാൽ അമിത്ഷായുടെയും മറ്റു നേതാക്കളുടെയും വാഹനങ്ങൾ അതിവേഗതയിൽ ഇതുവഴി കടന്നുപോയതല്ലാതെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കാത്തുനിന്ന BDJS നേതാക്കൾ നിരാശ മറച്ചുവെച്ചില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള BDJS പ്രവർത്തകർ രാവിലെ മുതൽ കാത്തുനിന്നതും നടത്തിയ ഒരുക്കങ്ങളും വെറുതെയായി. കാത്തിരുന്നു. അത് ഈ സമയത്ത് വരുമെന്നുള്ള ഇതിലായിരുന്നു. മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അല്പസമയത്തിന് ശേഷം അടക്കിപ്പിടിച്ച പ്രതിഷേധത്തോടെ SNDP BDJS നേതാക്കൾ സ്ഥലം വിട്ടു. അപ്പോഴും ഒരു പൂച്ചെണ്ട് ഗുരുദേവ പ്രതിമയ്ക്ക് മുന്നിൽ അനാഥമായി അവശേഷിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച യാദൃച്ഛികമാണെന്ന് സീറോ മലബാർ സഭ വക്താവ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല. കേരളത്തിന്റെ പൊതുകാര്യങ്ങളും ഫാദർ തോമസ് ഒഴിനാലിലിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ചർച്ചയായത്. BJPയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായ യാതൊരു കാര്യങ്ങളും അല്ല ചർച്ച ചെയ്തത്. പൊതുവെ എനിക്ക് തോന്നുന്നു കേരളത്തിന് പൊതുവെ ഗുണകരമാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കുകയും
കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കഴിവുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. പാതയോരത്തെ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയ്ക്ക് മുന്നിൽ 8-ാം തീയതി നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് മദ്യവിരുദ്ധ സമിതി. സർക്കാരിന്റെ തീരുമാനം വഞ്ചനാപരമെന്ന ലത്തീൻ ആർച്ച് ബിഷപ്പ് സുസൈപ്പ് ആക്കി. അതിനിടെ മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിപത്രം വേണമെന്ന ഉത്തരവ് സർക്കാർ ഭേദഗതി ചെയ്തു. അധികാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പും വെച്ചു. മുഖ്യമന്ത്രിയുമായും മതമേലധ്യക്ഷന്മാർ കൂടിക്കാഴ്ച നടത്തി. പാതയോരത്തെ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് നിയമസഭ സമ്മേളിക്കുന്ന 8-ാം തീയതി നിരാഹാരം അനുഷ്ഠിക്കാൻ മദ്യവിരുദ്ധ സമിതി തീരുമാനിച്ചത്. സർക്കാരിന്റെ തീരുമാനം വഞ്ചനാപരമെന്ന് ലത്തീൻ ആർച്ച് ബിഷപ്പ് സൂസപ്പാക്യം പ്രതികരിച്ചു. സർക്കാർ മദ്യലോബികളുമായി കൂട്ടുചേരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യശാലകൾ തുടങ്ങണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം വേണമെന്ന NOC റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഗവർണറെ കാണുകയായിരുന്നു മദ്യവിരുദ്ധ പ്രവർത്തകർ. ഗവൺമെന്റിന്റെ അവരുടെ സമ്മർദ്ദം കൊണ്ട് ഇന്ന് കാലത്ത് തന്നെ അത് ഒപ്പിട്ടതായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു വഞ്ചനാപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ മദ്യ വ്യവസായത്തെ മദ്യലോബികളുമായിട്ട് കൂട്ടുചേർന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിപത്രം വേണമെന്ന ഉത്തരവ് സർക്കാർ ഭേദഗതി ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം ഒഴിവാക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. ഇനി മുതൽ മദ്യശാലകൾക്ക് എക്സൈസ് വകുപ്പിന്റെ അനുമതി മാത്രം ലഭിച്ചാൽ മതി. നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മദ്യശാലകൾ തുടങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. മദ്യശാലകൾ തുറക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന ഇതോടെ ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി 1 മാസത്തേക്ക് തടഞ്ഞു. കമ്പനി ഉടൻ അടച്ചുപൂട്ടണമെന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാണ് കോടതി തടഞ്ഞത്. കമ്പനി മലിനീകരണം നടത്തുന്നുവെന്ന നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരാതിയിലായിരുന്നു കേന്ദ്ര ബോർഡിന്റെ നടപടി. എന്നാൽ കമ്പനിയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ട്രയൽ റൺ ആരംഭിച്ചത് കണക്കിലെടുക്കാതെയാണ് ഉത്തരവെന്ന് ഹർജിക്കാർ ആരോപിച്ചു. ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. അടച്ചുപൂട്ടൽ ഉത്തരവിനെതിരെ കമ്പനി മാനേജ്മെന്റും തൊഴിലാളി യൂണിയനുകളുമാണ് കോടതിയെ സമീപിച്ചത്. ഒമാൻ ജയിലിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാറായവരെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകി. ശിക്ഷാ കാലാവധിയുടെ 3/4% പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്ന ഇളവിനായി ഇന്ത്യ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. 10 മുതൽ 20 വർഷങ്ങളായി ജയിലിൽ കഴിയുന്നവരാണ് ഭൂരിപക്ഷം. ഇത് ഷെമീന. വാപ്പയെ കണ്ടിട്ട് 20 വർഷമായി. ഷെമീനയുടെ മകൾക്ക് 7 വയസ്സും. വാർദ്ധക്യത്തിലെത്തിയ പിതാവ് ഷാജഹാനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഇവരുടെ കുടുംബം. അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ പറയും അടുത്ത പെരുന്നാളിന് വരാൻ പറ്റും, ഈ പെരുന്നാളിന് വരാൻ പറ്റും. അപ്പോൾ ഒരു വിശ്വാസമാണ്. നമ്മൾ ആശിക്കും ഇപ്പോൾ വരുമായിരിക്കും. ഇപ്പം ഈ ഒക്ടോബറിൽ 20 വർഷം കഴിയും. 25 വർഷമാണ് ശിക്ഷ എന്ന് പറയുന്നത്. 3/4 അനുഭവിച്ചു കഴിഞ്ഞു. ഷെമീനയുടെ പിതാവ് ഷാജഹാന്റെ അവസ്ഥയാണ് എല്ലാവർക്കും. ശിക്ഷയുടെ 3/4% പൂർത്തിയാക്കിയവർ ഒമാൻ നിയമപ്രകാരം ഇളവിന് അർഹരാണ്. ഇന്ത്യൻ എംബസി ശ്രമിച്ചാൽ ജയിലിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ കഴിയും. മോളെ പോലും ഇവരെ കണ്ടിട്ടില്ല. അപ്പം 15 വർഷമായി സംഭവിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും പറ്റില്ല. വരണം. എനിക്കും എല്ലാം കൊടുത്തിട്ടും ആരും ഇതുവരെ ഒന്നും പറയുന്നില്ല. ഞാൻ അവന് ഒരു മോനേ ഉള്ളു. എനിക്ക് ഇത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേർന്നതേ ഉള്ളു. റംസാൻ കഴിഞ്ഞാൽ ഒമാൻ പൊതുമാപ്പ് നൽകുന്ന സമയത്ത് ശിക്ഷാ ഇളവിന് ശ്രമിക്കാനുള്ള ആർജവം സർക്കാർ കാട്ടിയാൽ പല കുടുംബങ്ങളും സനാഥരാകുമെന്ന് നിയമസഹായം ചെയ്യുന്ന ചാത്തന്നൂർ ജയചന്ദ്രൻ പറഞ്ഞു. ഒമാനിൽ ഒരു നിയമമുണ്ട്. ജയിൽ ശിക്ഷയുടെ 4/3 ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ അതാത് രാജ്യത്തെ എംബസി മാപ്പപേക്ഷ കൊടുത്താൽ അവരെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ മാപ്പപേക്ഷ കൊടുത്ത് ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നിരവധി പരാതികളാണ് ഈ കുടുംബം നൽകിയത്. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഒമാനിലെ ജയിലിൽ കഴിയുന്നവരെ കുറ്റവിമുക്തരാക്കി നാട്ടിലേക്ക് എത്തിക്കണമെന്നല്ല ഈ ബന്ധുക്കളുടെ ആവശ്യം. നിയമാനുസൃതം ഇന്ത്യ രാജ്യം ഒമാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് 3/4% ശിക്ഷ പൂർത്തിയാക്കിയവരെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.